BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ആലുവ പറവൂർ മാഞ്ഞാലി എയർപോർട്ട് റോഡുകളെ ബന്ധിപ്പിക്കുന്ന മാഞ്ഞാലി മനക്കപ്പടിയിൽ ലൂപ്പ് റോഡിന്റെ ശൂചാവസ്ഥ തുടർന്ന് റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാത്തതിനെതിരെ പ്രതിഷേധം ഉയരുകയാണ്. നൂറുകണക്കിന് വാഹനങ്ങളും വിദ്യാർത്ഥികളും നാട്ടുകാരും സഞ്ചരിക്കുന്ന പ്രധാന റോഡ് കൂടിയാണിത്. ജലജീവൻ പദ്ധതിക്ക് പൈപ്പിടാനായി റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് മാസങ്ങളായി. തകർന്നു കിടക്കുന്നത് കാരണം വാഹനങ്ങൾക്കും കാൽനട യാത്രികർക്കും സുഗമമായി യാത്ര ചെയ്യാനും സാധിക്കുന്നില്ല. വെട്ടിപ്പൊളിച്ച ഭാഗം മെറ്റലുകൾ ഇളകി വീണ്ടും കുണ്ടും കുഴികളുമായി കിടക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് ഒരു വശത്ത് കൂടിയേ സഞ്ചരിക്കാൻ സാധിക്കുന്നുള്ളൂ. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് തടസ്സം നേരിടുകയാണ്. റോഡ് തകർന്നതോടെ ഇവിടെ നിരവധി അപകടങ്ങളുണ്ടായി. മാഞ്ഞാലി SNGS കോളേജ്, മനക്കപ്പടി പോളിടെക്നിക്, ശാലാക്ക മെഡിക്കൽ കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയാണിത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമുള്ള എളുപ്പ വഴി കൂടിയാണിത്. ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഇത്രയേറെ പ്രാധാന്യമുള്ള പാതയായിട്ടും വർഷം കഴിഞ്ഞിട്ടും റോഡ് അറ്റകുറ്റപ്പണി നടത്തി നവീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഈ റോഡുകൾ ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കരുമാലൂർ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ തുടക്കം കുറിക്കുകയാണ്. ഇതിന്റെ തുടക്കമെന്ന നിലയിൽ തിങ്കളാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ മണ്ഡലം പ്രസിഡന്റ് TA മുജീബിന്റെ നേതൃത്വത്തിൽ മാഞ്ഞാലി തെക്കേത്തടം ജംഗ്ഷനിൽ ഉപവാസ സമരം അനുഷ്ഠിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ സമീപ പ്രദേശമായ അയ്യമ്പുഴയിൽ ആരംഭിക്കുന്ന ഗിഫ്റ്റ് സിറ്റിയോട് ചേർന്ന് 5000 കോടി മുടക്കി ഹിൽ ടോപ്പ് സിറ്റി നിർമ്മിക്കും. മഹാരാഷ്ട്രയിൽ നിന്നുള്ള മൊണാർ ഗ്രൂപ്പ് പ്രതിനിധികളാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. വിമാനത്താവളത്തിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയാണ് നിർദ്ദിഷ്ട പദ്ധതിയെന്ന് മൊണാർ ഗ്രൂപ്പ് ഡയറക്ടർ സുനിൽ കോക്രി പറഞ്ഞു. പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ലഭിച്ചെന്നും അധികം വൈകാതെ നിർമ്മാണം ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഛത്തീസ്ഗഡിലും പുനെയിലുമായി 13 ടൗൺഷിപ്പുകൾ മൊണാർ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുണ്ട്. കേരളത്തിലെ പദ്ധതികൾക്കായി വേണ്ടത് 4000 ഏക്കറാണ്. ഭൂവുടമകൾക്ക് കൂടി ഗുണം ലഭിക്കുന്ന രീതിയിലായിരിക്കും പദ്ധതി വിഭാവനം ചെയ്യുക. പദ്ധതിയിൽ നിന്നും ഭൂവുടമകൾക്ക് സ്ഥിരം വരുമാനം ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവിധ സൗകര്യങ്ങളടക്കമുള്ള ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിലൂടെ വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. യൂണിവേഴ്സിറ്റി, ആശുപത്രികൾ, റെസിഡൻസ് ഫ്ളാറ്റുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കിൻ ഡെവലപ്മെന്റ്, കളിസ്ഥലങ്ങൾ എന്നിവയായിരിക്കും ഇവിടെ ഉണ്ടാവുക. പ്രമുഖ വ്യവസായികളായ NP ആന്റണി, തങ്കച്ചൻ തോട്ടത്തിൽ എന്നിവരാണ് സംരംഭകരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. ട്രെയിൻ യാത്രികനായ യുവാവ് വാതിൽപ്പടിയിൽ നിന്ന് തെറിച്ച് പുഴയിൽ വീണതായി റെയിൽവേ കൺട്രോൾ റൂമിൽ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് RPFും അഗ്നിരക്ഷാസേനയും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇന്ന് പുലർച്ചെ 2 മണിക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട തിരുവനന്തപുരം ബംഗളൂരു എക്സ്പ്രസ് പെരിയാറിന് കുറുകെയുള്ള തുരുത്ത് റെയിൽവേ പാലം കടക്കുന്നതിനിടെയാണ് സംഭവമെന്നും യുവാവ് കറുത്ത ഷോൾഡർ ബാഗ് ധരിച്ചിരുന്നുവെന്നുമാണ് ദൃക്സാക്ഷി ഫോണിൽ അറിയിച്ചത്. റെയിൽവേ പോലീസ് ഉടൻ പാലത്തിന്റെ അടിയിലും സമീപത്തെ കാടുകളിലും തിരച്ചിൽ നടത്തി. സൂചനയൊന്നും ലഭിച്ചില്ല. ട്രെയിനിലെ മുഴുവൻ യാത്രക്കാരുടെയും പട്ടിക തയ്യാറാക്കി അതിൽ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ. കാക്കനാട് സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കട്ടിലിൽ വെള്ളത്തുണി മൂടി പൂക്കൾ വിതറി കിടത്തിയിരുന്ന ശകുന്തള അഗർവാൾ തൂങ്ങി മരിച്ചതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശകുന്തളയുടെ മക്കളായ GST അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയ്, സഹോദരി ശാലിനി വിജയ് എന്നിവരെയും തൊട്ടടുത്ത 2 കിടപ്പുമുറികളിലായി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. 3 പേരുടെയും തൂങ്ങി മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിരീക്ഷണം. ശകുന്തള മരിച്ച ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞാണ് 2 മക്കളും മരിച്ചത്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വരുമ്പോൾ മാത്രമേ അവരുടെ അസ്വാഭാവിക മരണത്തിന് കൂടുതൽ വ്യക്തത വരും. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ശകുന്തള വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതേ ഭക്ഷണം ശാലിനിയും അല്പം കഴിച്ചിട്ടുണ്ട്. മനീഷിന്റെ ആമാശയം കാലിയായിരുന്നു. കടുത്ത പ്രമേഹ രോഗത്തിന്റെ അവശതകൾ ഉണ്ടായിരുന്ന ശകുന്തളയ്ക്ക് സ്വന്തം നിലയിൽ തൂങ്ങി മരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല എന്നാണ് അന്വേഷണത്തിൽ ലഭിക്കുന്നത്. 3 പേരും തൂങ്ങി മരിച്ചതാണെങ്കിലും തുണി കൊണ്ടുള്ള 2 കുരുക്കുകൾ മാത്രമാണ് വീട്ടിൽ കണ്ടെത്തിയത്. ഷോൾ കൊണ്ടുള്ള കുരുക്കുകളും ഇവ സീലിംഗിലെ കൊളുത്തുകളിൽ കെട്ടിയിരുന്ന രീതിയും ഒരുപോലെ ആയതിനാൽ രണ്ടും ഒരാൾ തന്നെ കെട്ടിയതാകാനാണ് സാധ്യതയെന്നാണ് പോലീസ് പറയുന്നത്. കാക്കനാട് TV സെന്ററിന് സമീപം സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിലെ വില്ലയും പരിസരവും പോലീസ് വിശദമായി പരിശോധിച്ചു. കേരളത്തിലെ KS പരീക്ഷയുടെ മാതൃകയിൽ 2006 ജാർഖണ്ഡ് സംസ്ഥാന സർക്കാർ നടത്തിയ JPSC പരീക്ഷയിൽ 1ാം റാങ്കുകാരിയായിരുന്നു ശാലിനി വിജയ്. പരീക്ഷയിലും ഇന്റർവ്യൂവിലും കൃത്രിമം കാട്ടിയെന്ന ആരോപണത്തിൽ CBI അന്വേഷണം നടക്കുന്നതാണ് ആത്മഹത്യാക്കുറിപ്പിനെ പ്രേരിപ്പിച്ചതെന്ന പോലീസിന്റെ നിഗമനത്തോട് ഇളയ സഹോദരി പ്രിയ യോജിക്കുന്നില്ല. അബുദാബിയിൽ നിന്ന് പ്രിയയും ഭർത്താവ് നിതിൻ ഗാന്ധിയും എത്തിയ ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ കാക്കനാട് അത്താണിയിലുള്ള മുനിസിപ്പൽ ശ്മശാനത്തിൽ സംസ്കരിച്ചത്.
കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. കൊച്ചി കാണാനെത്തിയ US വനിത അർലി സ്വയറിന് റോഡിലെ കുഴിയിൽ തട്ടി വീണ് പരിക്കേറ്റു. കമ്മലക്കടവ് റോറോ ജെട്ടിക്ക് സമീപം കോൺക്രീറ്റ് കട്ട വിരിച്ച റോഡിൽ പൈപ്പിടുന്നതിനായി കുറുകെ വെട്ടിയ കുഴിയിലെ കല്ലിൽ തട്ടി റോഡിലേക്ക് മുഖമടിച്ച് വീഴുകയായിരുന്നു. നെറ്റിയിലും മുഖത്ത് മുറിവേറ്റ ഇവരെ സമീപത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാർ ഓട്ടോയിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. മുറിവ് ഗുരുതരമല്ലെന്നും എക്സ്റേ എടുത്ത ശേഷം പ്രാഥമിക ശുശ്രൂഷ നൽകിയതായും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K. പ്രസന്നകുമാരി പറഞ്ഞു. ഇവിടെ റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് 6 മാസത്തോളമായെന്നും നാട്ടുകാർ പറഞ്ഞു. ഇരുചക്ര വാഹന യാത്രികരും കാൽനട യാത്രികരും വീഴുന്നത് പതിവായതോടെ ഓട്ടോ ഡ്രൈവർമാർ മണ്ണിട്ട് കുഴിമൂടി. കട്ടവിരിക്കാൻ നടപടി ഉണ്ടായില്ലെന്നും ഓട്ടോ ഡ്രൈവർ S. സാനു പറഞ്ഞു. നടപ്പാതയോട് ചേർന്ന് ഇളകിക്കിടക്കുന്ന കോൺക്രീറ്റ് കട്ടകളിൽ തട്ടി ആളുകൾ വീഴുന്നതും പതിവാണ്. ഫോർട്ട് കൊച്ചി കൽവത്തി ജെട്ടിയിൽ ബോട്ട് കയറാനെത്തിയ നെതർലാൻഡ് സ്വദേശി കനയിൽ വീണ് കാലൊടിഞ്ഞത് ഏതാനും മാസം മുൻപാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.